നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ വിഷയം വളരെ ആഴത്തിൽ തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിന്റെ ഓരോ വശങ്ങളും പ്രേക്ഷകർക്ക് മുൻപിൽ നമ്മൾ എത്തിച്ചിരുന്നു. എന്തിനേറെ അതിന്റെ കമന്റുകൾ പോലും വായിച്ച് നമ്മൾ ചർച്ച കൊടുത്തതാണ്. അതിനിടയിൽ അതായത് അഫാൻ വിഷയം ഉള്ളതുകൊണ്ട് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ, എന്നാൽ സമൂഹത്തിൽ ഒരു വലിയ വിപത്തായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. ഏറ്റവും അതിദാരുണമായിരുന്നു കോട്ടയത്തെ ഷൈനി എന്ന വീട്ടമ്മ തന്റെ 2 പെൺമക്കളെയും കൊണ്ട് ട്രെയിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം. അതിൽ എടുത്തു പറയുന്നത്, അതായത് വീട്ടിലെ പീഡനം, ഭർത്താവിന്റെ കുടുംബക്കാരൊന്നടങ്കം ആ വീട്ടമ്മയെയും മക്കളെയും പീഡിപ്പിച്ചതിന്റെ കഥകൾ, സ്വന്തം മകനെ കൊണ്ട് അമ്മയ്ക്കെതിരെ കേസ് കൊടുപ്പിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്നത് ഒരു പള്ളിയിലച്ഛന് ഈ ആത്മഹത്യയിൽ വലിയ പങ്കുണ്ട്. അതായത് അയാളെ ഉൾപ്പെടെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അകത്തിടണമെന്നുള്ള ആവശ്യം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സഭയെ കൂടി മുൾമുനയിൽ നിർത്തുന്ന വിഷയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഷൈനിയുടെ ഭർത്താവ് നോബിയും അവരുടെ കുടുംബത്തിലുള്ള ഒരു അച്ഛനുമാണ് ഇതിന് പിന്നിലൊക്കെ ഉള്ളത് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ശരിക്കും ആ വിഷയത്തിൽ അതിലൊരു ചർച്ച അനിവാര്യമാണ്. നമ്മൾ എത്രയോ വീട്ടിലെ പീഡനങ്ങളിൽ സ്ത്രീകളും വീട്ടമ്മമാരും നവവധുവും ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന വിവരങ്ങൾ എത്രയോ ഉണ്ട്, കേസുകൾ. അപ്പോൾ എന്താണ് ശരിക്കും ആ ഒരു വിഷയത്തിൽ നടന്നത്? എന്താണ് ഇപ്പോൾ ഇതിലൊരു അച്ഛന് പങ്കുണ്ട് എന്ന് പറയുന്നു? അങ്ങനെ സഭയ്ക്ക് പോലും നാണക്കേടാകുന്ന തരത്തിലേക്ക് നമുക്കറിയാം. അല്ലെങ്കിൽ തന്നെ സഭകൾക്കെതിരെ വലിയ വിമർശനങ്ങൾ വിശ്വാസികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ഉണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഒരു ആത്മഹത്യ സംഭവത്തിലേക്ക് ഒരു അച്ഛന്റെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ശരിക്കും എന്താണ് അതിലെ വസ്തുത? ഈ നോബിനെ എന്തായാലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയിട്ടാണ് നോബിയുടെ വീട്ടിലേക്ക് മൃതദേഹങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറില്ല എന്നുള്ള ഒരു തോന്നൽ തന്നെയാണ് ഈ കുട്ടി ഷൈനി ഇവിടുന്ന് പോയിട്ടുള്ളത്. പക്ഷെ ജനിച്ചു വളർന്ന ചുങ്കം ഇടവകയിൽ ഈ സംസ്കാരം നടത്താൻ ഉള്ള സാഹചര്യം ഉണ്ടായില്ല. കാരണം നോബിയുടെ വീട്ടുകാര് അങ്ങോട്ട് കൊണ്ടുപോകണം, നോബിയുടെ ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയായിരുന്നു. അവരുടെ വിശ്വാസം അപ്പൊ അതിനാകെ ഇവർക്ക് ചെയ്യാൻ പറ്റിയത് ചുങ്കത്ത് നിന്ന് ആരും തന്നെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തില്ല. ഇതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇവിടെ നിന്ന് ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള പ്രധാന കാരണം നോബിന്റെ സഹോദരന്റെ ഈ പള്ളിയിലുള്ള സ്വാധീനമാണ് എന്നാണ് പറയുന്നത്. ഒരു പള്ളിയിൽ അച്ഛനാണ്, ആസ്ട്രേലിയയിലാണ് ഇയാൾ ഉള്ളത്. അപ്പൊ അച്ഛന്റെ സ്വാധീനം അവിടെ ഒരുപാടുണ്ടായി. അപ്പോൾ ഇതിനെ കുറിച്ച് ഷൈനിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് സംസാരിക്കുന്ന ഒരു ഓഡിയോ പുറത്തു വന്നിരുന്നു. അതിലിവര് പറയുന്നത്, ഞങ്ങൾക്കറിയാം ഇവള് ഷൈനി ഒരിക്കലും തന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ചുങ്കത്ത കല്ലറയിൽ അടക്കം ചെയ്യുന്നതിന് ഷൈനിക്ക് ഒരിക്കലും തയ്യാറുമായിരിക്കില്ല. പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 9 മാസമായി ഈ ഭർത്തൃ വീട്ടിൽ നിന്നും പോയി ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ ഡൈവോഴ്സ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഡൈവോഴ്സ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അടക്കം ചെയ്യേണ്ടത് ഭർത്താവിന്റെ ഇടവകയിൽ തന്നെയാണ്. ഇനി അതല്ലാതൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ അച്ഛന്റെ ഒരു കുറി കിട്ടണം. ഈ അച്ഛന്റെ കുറി കിട്ടിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അച്ഛന്റെ കുറി കിട്ടിയില്ല. ആ പള്ളിയിൽ അച്ഛൻ ഈ കുറി കൊടുത്തില്ല. അതിന് കാരണം പറയുന്നത്, ഒരു ധാരണയിൽ എത്തിയാൽ മാത്രം ഈ കുറി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ ആ ധാരണ എന്ന് പറയുന്നത്, പെൺവീട്ടുകാര് നോബിന്റെ വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കരുത്. അങ്ങനെ ഒരു ധാരണയുടെ പുറത്ത് മാത്രമേ ആ പള്ളിയിലേക്ക്, നാനായ പള്ളിയിൽ അച്ഛൻ കുറിപ്പ് കൊടുത്തുവിടാൻ തയ്യാറാവുള്ളായിരുന്നു. അതുകൊണ്ട് ഷൈനിയുടെ വീട്ടുകാരത് വേണ്ട എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോ ഷൈനിയുടെ ഈ സഹോദരൻ പറയുന്നത്, അനിയത്ര ഹസ്ബൻഡ് പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് പോയി. അപ്പൊ പിന്നെ ഇനി ബാക്കിയാകുന്നത് അതും അദ്ദേഹം മാത്രമാണ്. ഷൈനിയുടെയും മക്കളുടെയും കേസിലാണെങ്കിൽ ട്രെയിൻ തട്ടിച്ചെതറിയിട്ടുള്ള കുറച്ച് മാംസ കഷ്ണങ്ങൾ മാത്രമാണ് ബാക്കി കിട്ടിയിട്ടുള്ളത്. അത് വെച്ച് വിലപേശാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞത്. പക്ഷെ ഈ ചുങ്കത്തിൽ നിന്ന് ആരും തന്നെ ഈ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയില്ല. എന്ന് മാത്രമല്ല, നോബിന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേനും ആ വീട്ടിൽ ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ നാട്ടുകാരും അവിടെ പോയില്ല. ആൾക്കാരെല്ലാം പോയത് പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോയി. പക്ഷെ പള്ളിയിലേക്ക് ഈ നോബിന്റെ വീട്ടുകാർക്കോ ചെല്ലാൻ പറ്റിയില്ല. കാരണം ആൾക്കാരെ അടിക്കുമെന്നുള്ള പേടി കാരണം. കാരണം അത്രയേറെ ഈ ആൾക്കാര് ഈ ഷൈനിയുടെ കൂടാണ് നിന്നിരുന്നത്. ഒരു കാരണവശാലും
ഷൈനിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് ഇവളെ ശരിക്കും കൊന്നത് തന്നെയാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം അത്രയധികം ബുദ്ധിമുട്ടിച്ചിട്ടാണ് ആ കുട്ടി ജീവിതം വേണ്ട എന്ന് വെക്കുന്നത്. സ്വന്തം മക്കളെ നെഞ്ചോടടുക്കി പിടിച്ച് മരിക്കാനുള്ള കാരണം ജീവിതത്തിൽ രക്ഷപ്പെടാൻ അവസാന നിമിഷം വരെ അവർ നോക്കിയിരുന്നു. കാരണം ഇവിടുന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴും ആ വീട്ടുകാർ പറഞ്ഞല്ലോ, അത്ര വലിയ ഒരു ഈ കല്യാണം കഴിച്ചു കൊടുത്ത മകളും 2 മക്കളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ നോക്കാൻ മാത്രമുള്ള സാമ്പത്തിക ചുറ്റുപാടില്ല. കൃഷി ഇവര് ചെയ്തിരുന്നു, മീൻ വളർത്തൽ ചെയ്തിരുന്നു, കോഴിയെ വളർത്തിയിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ജീവൻ പിടിച്ചു നിൽക്കാൻ നോക്കിയിരുന്നു. ഇതിനിടയ്ക്ക് വേറൊരു ഓഡിയോ കോൾ കൂടി വന്നു. ഷൈനി ഒരു കൂട്ടുകാരിയോട് ചോദിക്കുന്നുണ്ട് ഒരു ജോലിയെ കുറിച്ച്, എന്തെങ്കിലും അവിടെ ഏഷ്യൻ ഹാർട്സ് എന്ന് പറയുന്ന അവിടുത്തെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ? കാരണം നോബിന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര സമ്മർദ്ദമുണ്ട്. നോബിൻ വളരെ വളരെ മോശമായിട്ട് പെരുമാറുന്നു. ഡൈവോഴ്സിന് പേപ്പർ അയച്ചിട്ടും അതിന് റിപ്പോർട്ട് ഒരു തരത്തിലും അവരോട് റിപ്പോർട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം, കുട്ടികളെ ഇവിടെ ഹോസ്റ്റലിലാക്കിയിട്ടെങ്കിലും മറ്റെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണം, എവിടെയെങ്കിലും ഒഴിവുണ്ടോ നോക്കിയിരുന്നു. അങ്ങനെയാണ് കാരിത്താൽ നഴ്സിംഗ് അവിടെയും കൂടി ചോദിച്ചത്. അപ്പോഴും പറഞ്ഞത് എക്സ്പീരിയൻസ് ഇല്ല. 12 ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപോലെ റിജക്ട് ചെയ്തു. അപ്പൊ ഇതൊക്കെയുള്ള മാനസിക സമ്മർദ്ദം. ഇതിനു പുറമെ ഒരു ന്യൂസ് കൂടി വരുന്നുണ്ട്. നോബിൻ ഈ മരണത്തിന്റെ തലേ ദിവസം ഈ കുട്ടിയെ കാണാൻ വേണ്ടി ചെന്നിരുന്നു, ഷൈനിയെ കാണാൻ വേണ്ടി ചെന്നിരുന്നു. അവിടെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി, ഭയങ്കരമായിട്ട് ദേഹോപദ്രവം ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു നിന്നെ ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. അന്ന് അതിന്റെ ശേഷം പുലർച്ചെ 5:30-ക്കാണ് മക്കളെയും കൊണ്ട് ഷൈനി ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. നമ്മള് ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവസാന നിമിഷം വരെയും മക്കൾക്ക് വേണ്ടി പോരാടാൻ തയ്യാറായിരുന്നു. പക്ഷെ നമ്മൾ ഒന്ന് ഓർക്കണം, ഒരു BSc നഴ്സാണ്. അതെ. എന്നിട്ടും ഒരു ജോലിക്ക് വേണ്ടി പലതവണ ശ്രമിച്ചിട്ടും അതൊന്നും നടന്നില്ല. ഇതിനകത്തിൽ മറ്റൊരു വിവരം കൂടി ഉള്ളത്, അതായത് UK-യിൽ ഒരു ജോലിക്ക് വേണ്ടി ഷൈനി ശ്രമിച്ചിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പള്ളിയിലച്ഛന്റെ ദുരൂഹമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. കാരണം ആരാണ് ഈ പള്ളിയിലച്ഛൻ? ആരാണ്? ഇവരുടെ സഹോദരൻ, നോബിയുടെ സഹോദരൻ. അയാളുടെ പേര് ബോബിൻ. അയാൾ എന്ത് തരം ഇടപെടലുകൾ നടത്തിയെന്നാണ്? കാരണം അവിടെ UK-യിലേക്ക് അവിടെ അങ്ങനെ അയാള് UK-യിലെ അവിടെയുള്ള പള്ളിയിലുള്ള ഒരു പാതിരിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും UK-യിൽ ഇവൾക്ക് ഏതെല്ലാം എവിടേക്കാണ് ജോലിക്ക് അപ്ലൈ ചെയ്തതെങ്കിൽ അവിടെ കാര്യമായ ഇടപെടലുകൾ നടത്തുകയും ജോലിക്ക് ലഭിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതാണ് പ്രശ്നം വരുന്നത്. നമ്മളൊന്ന് ഓർക്കണം, ഒരു പള്ളിയിലച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ്. എങ്ങനെയെങ്കിലും ആൾക്കാർക്ക് ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു ജീവിതമോ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ അപ്പോൾ അതിന് പ്രധാനമായിട്ട് പറഞ്ഞതും ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് ആണ് ഈ ജോലിയിൽ നിന്ന് ഇവർക്ക് ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ നിരത്തുകയാണ് ചെയ്തത്. അതും സ്വന്തം സഹോദര സ്ഥാനത്തുള്ള പള്ളിയിൽ അച്ഛൻ തന്നെ. അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ, ഈ നാട്ടിൽ നിന്ന് 1000-കണക്കിന് കത്തുകളാണ് രൂപതയിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഇനി ബോബിൻ അവിടുന്ന് തിരിച്ചു പോരേണ്ടി വരും എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് മിക്കവാറും തിരിച്ച് നാട്ടിൽ തന്നെ പോയി ഇരിക്കേണ്ടി വരും. നമ്മൾ ഭീതിതമായ ഒരു അവസ്ഥയാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരുടെ വിഷയങ്ങളിലൊക്കെ കർശനമായി ഇടപെടുകയും എല്ലാ കാര്യങ്ങളിലും ഒത്തുതീർപ്പുണ്ടാക്കാനും നിൽക്കുന്നത് ഈ ഇടവകയിൽ ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു പള്ളി കേന്ദ്രീകരിച്ചാണ് വീട്ടിൽ നടക്കുന്ന വഴക്കുകളാണെങ്കിലും എല്ലാം മധ്യസ്ഥം നിന്ന് ശാന്തമാക്കി എല്ലാവരെയും ഒത്തുകൊണ്ടുപോകുന്നത് അവരാണ്. പക്ഷേ അങ്ങനെ ഒരു അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നു. അവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയിലച്ഛനെ ഉൾപ്പെടെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് തൂക്കി അകത്തിടണം. അത് പറ്റിയില്ല. അതുപോലെ തന്നെ ഈ ചുങ്കം സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഫെറോന പള്ളി, ഈ പള്ളിയിൽ ഈ സംസ്കാരം നടത്തുന്നതിന് വേണ്ടി ഇത്രയധികം വാശി പിടിച്ചത് അത് തീർച്ചയായിട്ടും അതും ഒരു കുറ്റം തന്നെയാണ്. കാരണം അവസാന നിമിഷം പോലും അവരുടെ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഈ വീട്ടിൽ നിന്നും പോയി ഇത്രയധികം പീഡനങ്ങൾ സഹിച്ചു പോയിട്ടുള്ള ആ ഇടവകയിലൊരു സ്ത്രീയാണല്ലോ അവര്. അപ്പോൾ ഇങ്ങനെ ഒരു ധാരണ പുറത്ത് വേണമെങ്കിൽ ഈ കുറിപ്പ് കൊടുത്തു വിടാമെന്ന് പറയുന്നത് എന്തൊരു മര്യാദകേടാണ്. അതായത് അപ്പോൾ ഈ പള്ളിയിലച്ഛൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ
സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതായത് ഇത് കേസാകാതിരിക്കാനും അതെ. ഷൈനിയുടെ ഭർത്താവ് കേസിൽ അകപ്പെട്ട് അകത്ത് പോകാതിരിക്കാനും വേണ്ടിയിട്ട് എല്ലാ ചരടുവലികളും നടത്തിയത് ഈ പള്ളിയിലച്ഛനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും രൂപതയിലേക്ക് കത്തയച്ചത് നല്ല നടപടി തന്നെയാണ്. കാരണം അങ്ങനെ ഒരാൾ പുരോഹിതനായിട്ട് ഇരിക്കാൻ യോഗ്യനല്ല. കാരണം ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് നമ്മൾ പള്ളിയിലച്ഛന്മാരെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരെയും ഒക്കെ കാണുമ്പോൾ അവരെ ചേർത്ത് നിർത്താതെ പകരം അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുള്ള ഒരു നീക്കം നടത്തുക. അപ്പോൾ ആ ലോഹയിടാൻ പോലും അദ്ദേഹം യോഗ്യനല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിന് ഇത് പറഞ്ഞപ്പോഴോർത്ത് ഓസ്ട്രേലിയയിലെ പുരോഹിതനായിട്ടുള്ള ബോബി ചിറയിൽ, നോബിന്റെ സഹോദരൻ, ഇദ്ദേഹത്തിനെ കുറിച്ചും നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. സെമിനാരിയിൽ നിന്ന് ഇതിനു മുൻപ് ചാടി പോയിട്ടുണ്ട്. എന്നിട്ടൊരു വിവാഹം കഴിക്കാൻ ശ്രമിച്ചു. ഒരുപാട് ശ്രമിച്ചെങ്കിലും വിവാഹമൊന്നും ഒത്തുവന്നില്ല. അതുകൊണ്ട് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ വീണ്ടും സെമിനാരിയിലേക്ക് തന്നെ പോയി, വീണ്ടും ലോഹാണിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഗുണ്ടകളെയും ക്രിമിനലുകളെയും ഒക്കെയാണോ ഈ പള്ളികളിൽ ലോഹ ഇടിയിച്ച് അച്ഛന്മാരായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരും. നമുക്കറിയാം എത്രയോ വാർത്തകളാണ് ഈ അച്ഛന്മാർ പ്രതികളായിട്ടുള്ള കേസുകൾ എത്രയോ പുറത്തു വന്നിട്ടുണ്ട്. സ്ത്രീ ലൈംഗികാതിക്രമ കേസുകളില്, അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പുകളില്, അങ്ങനെ എത്ര വിഷയങ്ങളിൽ ഇവരുടെ പേരുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇവർക്കെതിരെ ഒന്നും കൃത്യമായ ഒരു നടപടി പോലും എടുക്കാൻ കഴിയാത്ത സ്ഥിതി. കാരണം സഭ ഇവരെ ചേർത്ത് നിർത്തുന്ന ഈ വിഷയങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്ക് നാണക്കേടാണ് എന്നുള്ളത് കൊണ്ട് ഇതൊന്നും പുറത്തേക്ക് വരാതെ ഇങ്ങനെ സംരക്ഷിക്കാൻ സഭ ഒത്തുനിൽക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെയൊക്കെ ആദ്യ നടപടി എടുക്കേണ്ടത് സഭക്കാര് തന്നെയാണ്, സഭയുടെ അധ്യക്ഷന്മാര് തന്നെയാണ്. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു ചെറിയ ഭാഗമെങ്കിലും, ഭൂരിഭാഗം മനുഷ്യ സ്നേഹമുള്ളവരും നല്ലവരും എല്ലാം തന്നെയാണ്. പക്ഷെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇതുപോലെ മനുഷ്യന്റെ ജീവൻ എടുക്കാനും കാരണക്കാരായവർ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. നമുക്കറിയാം ഈ ഭർതൃ വീട്ടിൽ കൊടിയ പീഡനങ്ങൾ നേരിട്ടിട്ടും ഷൈനിയെ ആ നാട്ടിലെ എല്ലാവർക്കും വളരെ മതിപ്പമായിരുന്നു, എല്ലാവർക്കും വളരെ മതിപ്പായിരുന്നു. അപ്പോൾ ഇവരുടെ സ്വഭാവ ദൂഷ്യത്തിനെ കുറിച്ചോ ഇവരെ കുറിച്ചോ ഒരാൾ പോലും മോശമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷെ ഭർതൃ വീട്ടിൽ ഈ കുട്ടി അടിയും അതുപോലെ തന്നെ ഇയാളുടെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ തന്നെ ആക്രമിച്ചിരുന്നു. ഒരു പരാതി വന്ന് കഴുത്തറക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു പരാതി അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അതിൽ ഏറ്റവും ഒരു വിഷമമുള്ള സ്ഥിതി, സ്വന്തം മകനെ കൊണ്ട് ഇവർക്കെതിരെ കേസ് എടുപ്പിച്ചിരുന്നു. കാരണം ഇവിടെ പിടിച്ച് തള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് മകൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാന സമയവും ഈ എഡ്വിൻ എന്നുള്ള ഈ മകനെ മുന്നിൽ നിർത്തിയിട്ടാണ് മൃതദേഹങ്ങൾ തിരിച്ച് ചുങ്കത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ എടുത്തത്. അപ്പൊ ഇപ്പൊ ആൾക്കാർ പറഞ്ഞ ഇനിയെങ്കിലും ആ മൂത്ത മകനെങ്കിലും എന്തായിരുന്നു അമ്മ എന്ന് തിരിച്ചറിയട്ടെ എന്നാണ്. മൂത്ത മകനാണ്, തന്റെ 2 സഹോദരിമാരെ കൂടിയാണ് അയാൾക്ക് ഇല്ലാതായത്. പക്ഷെ എന്നിട്ടും ഈ അച്ഛന്റെ വീട്ടുകാർക്കൊപ്പം അയാൾ നിന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം അത് കൊച്ചു കുട്ടിയാണ്, വലിയ പ്രായമായിട്ടില്ല, സ്പോർട്സ് സ്കൂൾ പഠിക്കുകയാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ്. നമുക്കറിയാം ഈ ഭർതൃ വീടുകളിലെ പീഡനങ്ങളെ കുറിച്ച് എത്ര വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. നമ്മൾ ഉത്ര കേസ്, അതുപോലെ തന്നെ വിസ്മയ, ഇതൊക്കെ ഭർതൃ വീട്ടിലെ പീഡനങ്ങൾ കൊണ്ട് മനം മടുത്ത് ജീവിതം അവസാനിപ്പിച്ചവരാണ്. പക്ഷെ ഷൈനി എന്ന് പറയുമ്പോൾ ഈ ഉത്ര അല്ലെങ്കിൽ വിസ്മയ അവരെക്കാളൊക്കെ കുറച്ചുകൂടെ ബോൾഡായിരുന്നു. ജീവിക്കാൻ വേണ്ടി എന്ത് ജോലി ചെയ്യാനും ഇവര് തയ്യാറായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ല, പക്ഷെ നമ്മൾ അവരുടെ ആ ഒരു സമയത്തെ മാനസികാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കണം. എങ്കിലും ആത്മഹത്യ ഒരു പരിഹാരം അല്ലല്ലോ. ആത്മഹത്യ പരിഹാരമല്ല. പക്ഷെ തലേ ദിവസം പോലും നോബിൻ ചെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഒരുപക്ഷെ പേടിച്ചു പോയിട്ടുണ്ടായിരിക്കാം. കാരണം ഒരു ജോലിയൊന്നും കിട്ടുന്നില്ല. ഏത് ജോലിക്ക് ശ്രമിച്ചാലും കുടുംബക്കാര് തന്നെ, ഭർത്താവിന്റെ സഹോദരനായാലും പള്ളിയിൽ നിന്നായാലും എല്ലാം തന്നെ മുടക്കുകൾ ധാരാളം വരുന്നു. എല്ലാം ഇവര് ഇല്ലാതെയാക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെ ഈ 2 പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരും എന്നുള്ള ഒരു ഭയം ഒരു പക്ഷെ ഷൈനിയിൽ വന്നിട്ടുണ്ടായിരിക്കും. ഈ പെൺമക്കളോട് എങ്ങനെയായിരുന്നു ഈ അച്ഛൻ നോബി എന്ന് പറയുന്നത്? അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. മക്കള് മരിച്ച 2 പെൺകുട്ടികൾ മരിച്ചതിലും അയാൾക്ക് വലിയ ഒന്നുമില്ല. കാരണം മക്കളെ, എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ 9 മാസമായിട്ട് മക്കളെ കാണാൻ പോവുകയോ തിരിച്ചു കൊണ്ടുവരാൻ പള്ളി മുഖാന്തരം തന്നെ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളിടത്തോളം ഇങ്ങനത്തെ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിൽ പള്ളി ഇടപെടാറുണ്ട്. പള്ളിയിലത്തെ അച്ഛന്മാരും എല്ലാവരും ചെന്ന് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നും നടന്നതായി കാണുന്നില്ല.
അപ്പൊ ഇതും ഒരു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നോബിനാണ് ഇയാളെ ആത്മഹത്യാ പ്രേരണ കുറ്റം, ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിനോളം തന്നെ വരുന്ന ഒരു കുറ്റം തന്നെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്നത്. 3 പേരുടെ ജീവനാണ് 3 പേരുടെ ജീവനാണ് ഒരുമിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് പറയാൻ ശരിയാണ്, അവര് കടന്നു പോയിട്ടുള്ള മാനസികാവസ്ഥ അത് അവർക്ക് മാത്രം അറിയാവുന്നതാണ്. നമുക്കത് മനസ്സിലാകുമെന്ന് പറഞ്ഞാലും എത്രത്തോളം നമുക്കത് അവരുടെ സ്ഥാനത്ത് നിന്നാലല്ലേ നമുക്കതിന്റെ കൂടുതൽ ഒരു ആഴം മനസ്സിലാകുകയുള്ളൂ. എങ്കിലും പറയുകയാണ്, ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഭർത്തൃ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ രീതിയിൽ പെൺകുട്ടികൾ പ്രതികരിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ്. നമുക്കറിയാം ചില വീടുകളിലത്തെ ഒരു അവസ്ഥ, അതായത് ഈ അച്ഛനമ്മമാർ പോലും അതൊക്കെ സഹിച്ചു കഴിയണം എന്ന് പറയുന്ന എത്രയോ അച്ഛനമ്മമാരുണ്ട്. പക്ഷേ പിന്നീടാണ് അവർക്ക് മക്കളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ചേർത്ത് പിടിക്കാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജീവിതത്തിലേക്ക് തിരികെ വരും. അത് അവർക്കൊരു ആശ്വാസമായിരിക്കും. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്തവരായിട്ട് ആരും തന്നെയില്ല. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന പെൺകുട്ടികളാകണം. നമ്മള് വിവാഹമൊന്നും ഒരു വലിയ കാര്യമേ അല്ല. ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് പറയുമ്പോൾ എന്നെ ചില ആൾക്കാർ വേണമെങ്കിൽ തെറി പറയുന്നതിന്റെ താഴെ വന്നിട്ട് ഫെമിനിസ്റ്റ് അല്ല അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇതിന്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് വശങ്ങളും കാണാറുണ്ട്. കാരണം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വീടുകളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന പെൺകുട്ടികളും ഉണ്ട്. ഇപ്പൊ 2 ഭാഗവുമുണ്ട്. എങ്കിൽ പോലും ഒരു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എങ്ങനെയാണ് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ മാക്സിമം ശ്രമിക്കുക, സ്നേഹത്തോടു കൂടി കഴിയാൻ ശ്രമിക്കുക. അതില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വേർപെട്ടു പോവുക. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ആരും കൂട്ടിനില്ല എന്ന് കരുതി പാതി വഴിയിൽ വീണു പോകേണ്ട കാര്യമില്ല. കാരണം വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അതാണ്. എങ്ങനെ ശ്രമിച്ചാലും ഒരു ജോലി കിട്ടും. എന്തെല്ലാം ജോലികളുണ്ട് ഈ നാട്ടിൽ. അപ്പോൾ അവർക്ക് ജീവിക്കാമായിരുന്നു. 2 പെൺകുട്ടികൾ അവര് ഇനി എന്തോരം ജീവിക്കാനുണ്ടായിരുന്ന കുട്ടികളാണ്. അതാണ് വിഷമം. അപ്പോൾ എന്തായാലും ഷൈനിയുടെ വിഷയത്തിൽ ശക്തമായ ഇടപെടലുകൾ തന്നെ ഉണ്ടാകണം. എന്തായാലും നോബിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പള്ളിയിലച്ഛനെ, അയാളെ തിരികെ നാട്ടിലെത്തിച്ച് അയാൾക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം. അയാളെയും തൂക്കി അകത്തിടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാൾ ഒരു ലോഹയിട്ട് ഇരിക്കേണ്ട ആളല്ല. കാരണം അയാളുടെ അടുത്ത് എത്രയോ ആൾക്കാർ വരുമായിരിക്കും പള്ളിയിലച്ഛൻ ആയതുകൊണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇയാളുടെ ഒരു പെരുമാറ്റവും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരാള് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. എന്തായാലും നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.